ഉണ്ടെങ്കിൽ ഓടി വരൂ. ഹായ്. എൻ്റെ കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊന്ന് നോക്കിയതാ. അരുൺ എവിടെ? അരുൺ ഇതാ കൊലയിൽ കുത്തിരിക്കുന്ന. ഒന്നത് എനിക്ക് പുതിയ ഫോണിൻ്റെ സിസ്റ്റം അങ്ങോട്ട് പിടുത്തം കിട്ടുന്നില്ല. 2, 3, 4, 5 ഫോട്ടോസ്. മനസ്സോർക്ക അരുണിനെ നോക്കി നിൽക്കുക എന്നുള്ളത് എനിക്കറിയാവുന്നതാ. അവിടെ എന്തോ കണ്ടുകൊണ്ടിരിക്കാം. നാളെ ഹർത്താലാണോ? അതെ. സുന്ദരി അല്ലേലും ഞാൻ ഇത് നമ്മുടെ വീഡിയോ ഷൂട്ടിൻ്റെ കൂടെ ഞാൻ കുറേ ഫോട്ടോസ് എടുപ്പിക്കും. പിള്ളേരുടെ കുറേ ഉണ്ടായിരുന്നു, മോൻ്റെ മോളുടെ ഒക്കെ കിട്ടി. ബാലൻസ് കുറച്ച് ഫോട്ടോസ് ഉണ്ടായി, ഇനി കുറച്ചുകൂടി ഒന്ന് കിട്ടാനുണ്ട്. അപ്പോൾ അത് കിട്ടിയപ്പോൾ അതൊന്ന് നോക്കിയതാണ്. ഹായ് ജിസ്ന, ഹൗ ആർ യു? ഫൈൻ. ഷോർട്സ് കണ്ടിരുന്നോ? താങ്ക് യു. ഫുഡ് കഴിച്ചു. ഉച്ചക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് കഴിച്ചോന്ന് ചോദിച്ചാൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. രാവിലത്തെ പുട്ട്. അരുണിനെ വിളിക്കൂ. അരുണേ, ഓ വരുന്നു അല്ലേ? നൂറല്ല 200 പേര് കാണുന്നുണ്ട്. 4 ലൈക്ക്. ലൈക്കിൽ എന്ത് കിടക്കുന്നു വെച്ചാൽ ഹെൽപ്പ് യു. ഓനൊരു മാങ്ങ ചെത്തി കൊണ്ടോ അമ്മക്ക്? ലേശ സ്ഥലം ബാക്കിയുണ്ട്. അതാരാ? ഓനെ ഫോണിൽ ഏതോ ഫോട്ടോ കണ്ടിട്ട് എൻ്റെ കമ്പനിക്കാരനെ പോലെ തോന്നിയോലെ. ഈ ഞാനിപ്പോ റീല് കണ്ടപ്പോ എടുത്ത് വെച്ചതാ. ഈ മുഖം ആരെങ്കിലും പോലുണ്ടോ ഗ്രൂപ്പിൽ? നീ എൻ്റെ ആരും അല്ല എന്നൊക്കെ തെളിഞ്ഞു കിട്ടും. അതുകൊണ്ട് അടങ്ങി നിന്നു എൻ്റെ മച്ചി. അപ്പൊ ഞാനിത് ലൈവ് എടുത്തോണ്ട് നിൽക്കുമ്പോ കുരയ്ക്കുന്ന കേട്ടിട്ട്. ഇതിലല്ല, ഞാൻ ലൈവ് എടുക്കാൻ വേണ്ടി ഫോൺ എടുത്തപ്പേ മച്ചിന്റെ ലൈവ് ഒന്ന് കണ്ടു, ഒന്ന് സ്റ്റെക്കായി നിന്നു. അപ്പൊ നീ എൻ്റെ ആരും അല്ലാന്ന് തെളിഞ്ഞിക്കുമല്ലേ. സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് കിട്ടി? അമൃത, നിങ്ങളെ പടം 2500 കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. ഇത് 5000-ന്റെ പടം തന്നെയാണോ? പ്രിയ ഇത് 3000-നാണ് കൊടുക്കുന്നത്. പ്രിയന്റെ കഥയും പ്രിയ കൊടുക്കുന്നത് പ്രിയന്റെ ഫോട്ടോ. അത് കേടാ ചിത്തടാ ചെത്തി കൊണ്ടുത്താ. മൻസൂർക്ക് അടുത്ത പ്രശ്നം മോനെ കൊണ്ട് മാങ്ങായിരിക്കുന്നു. മോനെ കൊണ്ട് മാങ്ങായിരിക്കുന്നു. സോ നൈസ്, നോ സ്പിൻ. താങ്ക് യു. അരുൺ ഫാൻസ് ഖത്തർ. ഓ താങ്ക് യു. ഞാൻ എത്തി. ഹായ് റോസൻ.
ആരാ നിങ്ങളൊക്കെ? ഞങ്ങളാ. നാളെ സ്കൂൾ ആര് പറഞ്ഞിക്ക്? ഇനി പോട് പോട്. എന്നെ കൊണ്ട് തോറ്റ മോനെ ഞാന്. കേടാണ്. പുഴുണ്ടാവില്ലേക്കും. എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് എനിക്ക് എൻ്റെ റീപ്ലൈ. ഹായ് ഇതാണോ അരുണേട്ടൻ? മക്കളെവിടെ? മക്കളതാ. സുനീറ കുരിപ്പേ. ഓ നാളെ ഹർത്താൽ. യെസ്. ആകെ ഹായ് ചേച്ചി ചേട്ടാ. ഹായ്. സ്കൂളില്ല. ഹായ് ജസ്നത്ത. ഹായ് അരുൺ ബായ്. ഹായ് ചന്ദ്രഹാസ്. രാജേഷ് സ്മിത്ത്. ഹായ് സിസ്റ്റർ. ഹായ് ചേച്ചി ഒരു ഹായ് തരുമോ എനിക്കും? ഹായ് കയ്യിൽ മാങ്ങിയ സിനി. കഴിച്ചോ ബ്രോ? കഴിച്ചു. സുരഭി സൈഡ് ഹായ് സുരഭി. സോനു ഹായ്. ഗ്രൂപ്പ് മലേഷ്യ ഫ്രം മലേഷ്യ ഗ്രേറ്റ് യു. ഓക്കെ നാളെ സ്കൂളുണ്ട്, പഠിപ്പുണ്ടാകില്ല. ഒരു ഹായ് പറയൂ. ഹായ് നഷ്വ. ഇർഷാദ് കൊടുവള്ളി. നിന്റെ എന്താ നാദറിയോ നദീറേനോട് പോയി ചോദിക്ക്. നാട്ടിലെവിടെ? നാട്ടിൽ കൊയിലാണ്ടി. അഞ്ജുകുമാർ. ഭയ്യ ക്യാ ഹോ ലൈവ് മീ. ഹായ് അരുൺ. ഹായ് ഫാസില. ഹായ്. മുട്ടായി മേടിച്ച് തരുവോ? ഇല്ല സിസ്റ്റർ. ഐ സേ യു ഇൻ ആൻ ആർട്ടിക്കൽ. ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടുണ്ട്, പക്ഷെ പോവാൻ ഇവരാരും സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല, പ്രത്യേകിച്ച് മോന്. ഞാൻ പാലക്കാട്. ഓക്കെ നിങ്ങൾ അത്തോളി എവിടെയാ? അത്തോളി അല്ല, കൂമുള്ളി. സിസ്റ്റത്ത എവിടുന്നാ വരയ്ക്കാൻ പഠിച്ചേ? എവിടുന്നും പഠിച്ചിട്ടില്ല. താടി സൂപ്പർ കുഞ്ഞുണ്ണി. ഓക്കെ താങ്ക് യു. മാമാ മിഠായി മേടിച്ച് തരുമോ? മിഠായി മേടിച്ച് തരാൻ പൈസ ഇല്ല അച്ചു. മുഹമ്മദ് മുസ്തഫ നാണമില്ലാത്ത. ഹായ് യാക്കു. മൈറാൻ. നിൻ്റെ ഉപ്പ ഉസ്മാൻ. ലൈക്ക്. ഓക്കെ ഉസ്മാൻ കാഗസൻ. നിങ്ങളെ ഗീ റൈസും ചിക്കനും കഴിക്കാൻ ഞാൻ വരട്ടെ? ഓ ഓഫ് കോഴ്സ്, ഓൾവേസ് വെൽക്കം. ഹായ് ചേച്ചി. മെല്ലെ പോ. എൻ്റെ വീട് തൃശ്ശൂരാണ്. ഓക്കെ സിനി. ഹസീന ഹായ്. ബൈജു പാലക്കൽ. എൻ്റെ ഭാര്യയെ പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ആണാണോ അല്ലേൽ ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് കാണിച്ചു തരും. എൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ട് അവൾ എൻ്റെ കൂടെ സെക്സ് ചെയ്യുന്ന ഏറ്റെടുത്ത് പറഞ്ഞ് കൂത്തിച്ചി. ബൈജു പാലക്കൽ. പാലക്കലിൻ്റെ ഫോട്ടോ വെച്ചിട്ടൊരു മൈക്കുണാപ്പം പറഞ്ഞുണ്ടോ, ഓൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇന്നതാക്കിയിട്ട് ഓനെ സെക്സിന് പറയുള്ളൂ, ഏറ്റെടുക്കുന്നു. അല്ല എൻ്റെ ബൈജുട്ടാ, നിങ്ങളെ എല്ലാ വിക്രിയകളും കാണിച്ചതല്ലേ, ഇനി ഞങ്ങളുടെ അടുത്തേക്കൂടി കാണിക്കാൻ വരണ്ടാട്ടാ. എന്താണ് ബൈജു പാലക്കൽ? ആട്ടൻ്റെ ഓളെടുത്ത് തന്നെ കാണിക്കാട്ടാ. ലൈക്ക് അടിച്ച്. ഓക്കെ ഏതാ? ഞാൻ ചെർപ്പശ്ശേരിയാണ്. ഓക്കെ RSS. ബസർഖാൻ ഹായ്. സുഖാണോ? സുഖം ബസർഖാൻ. നഷ്ഫ വ്ളോഗ്സ്. നിങ്ങൾ കൂമുള്ളി എവിടെയാ? കൂമുള്ളി തന്നെ. ചേച്ചി ഒരു ഹായ് തരുമോ? ചേച്ചി ഇതാ കൈയേക്കാൻ പോയി. MD ഷോൺ ശരി ഹായ്. ATM യഥാർത്ഥ അക്കൗണ്ടിൽ നിന്ന് വന്നാൽ നിങ്ങൾക്ക് പോലീസിന് കേസ് കൊടുക്കാൻ എളുപ്പമാണ്. അതിന് നിങ്ങളുടെ തന്ത വിചാരിച്ചതിലും പറ്റത്തില്ല. മാറ്റങ്ങളെ ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് എതിരാണ്. ബൈജു പാലക്കൽ MYRAN മോനെ, നിന്റെ തന്തേനോട് പോയി പറയും കേട്ടോ. ബൈജു പാലക്കൽ. മുഹമ്മദ്, ഞാൻ നിന്റെ വീട്ടിൽ വരുന്നുണ്ട്, പണി തരാം ഞാൻ. ഓ ആയിക്കോട്ടെ മുഹമ്മദേ. തരുമ്പോ ഒരു 25,000 രൂപയുടെ മേലോട്ടുള്ള പണി തരണേ. ഓ ടാറ്റു മീനിങ് എന്താ? ടാറ്റുവിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല, ഈ വെറുതെ ഒരു ഇതിന് കുത്തിയതാ. നിങ്ങൾ കപ്പിൾസ് ആണോ? അല്ല. സൈഡ് ഹായ് ശരത് കുമാർ. കുറുവങ്ങാടല്ലേ? യെസ്. ഇക്ക മൊഞ്ചുണ്ട്. താങ്ക് യു. പിന്നെ ആബിത്ത് ബ്രോ, ഇന്ന് പരിപാടി ഒന്നുമില്ലേ? ഒക്കെ കൈ വന്ന നാട്ടിലൊക്കെ കറങ്ങി നോക്കിക്കോ. എൻ്റെ ഭാര്യയെ വല്ലതും പറഞ്ഞാൽ അരുണേ, ഞാൻ നിന്നെ വന്ന് നിൻ്റെ സാധനത്തിൽ ഞാൻ ചവിട്ടി മേടിച്ച് തരും.
എൻ്റെ ഭാര്യയുടെ രോദനം തീർക്കാൻ എനിക്കറിയാം. ഒന്നെന്തായാലും ഞാൻ പറഞ്ഞ്, ബൈജു പാലക്കൽ എന്ന ഫേക്ക് ഐഡി ഉണ്ടാക്കുന്ന ഏത് നായിഞ്ച മോനാണെങ്കിലും ഒരു വിഷയമല്ല. കാരണം ഇതിപ്പോൾ ഞാനിപ്പോൾ അവരെ പറ്റി തെറി പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഫേക്ക് ഐഡി ആയിട്ട് വരുന്നത്. ഞങ്ങൾക്ക് ലസിതാൻറ്റീനെ മുഹബത്താ. ഐ ലവ് യു ലസിതാൻറ്റി. രണ്ടും മുട്ടി ഒരുമിത്തിരി. എൻ്റെ അമ്മേൻ്റെ മറ്റേത് നല്ല ഇരിക്കുന്നത് PKR അസീന ചേച്ചി സൂപ്പർ ഹെയർ. ഓക്കെ സർ. ഡോക്ടർ RS രാജീവ്. ഇർഷാദ് കൊടുവള്ളി നിൻ്റെ ഉമ്മാനോട് പറ. നദീറ ഒരു വീഡിയോ കണ്ടുവരികയായിരുന്നു, അപ്പോഴാണ് ലൈവ് കണ്ടത്. എന്തിനാണ് കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയത്? വീഡിയോ ആണ് കണ്ടായിരുന്നു, കഴിഞ്ഞു വന്നു നോക്കുമ്പോഴാണ് നിങ്ങളുടെ ലൈവ് കണ്ടത്. ഓക്കെ ബസർ ഖാൻ. ഫത്തിമ. എന്നാ പിന്നെ ഇങ്ങൊന്ന് കൂക്കിളിക്ക് യഥാർത്ഥ ഐഡിയാണെങ്കിൽ. ഏതോ ചെങ്ങാഴ്ചയിലേക്കാണ്. ഞങ്ങള് നിന്റെ ഈ വർത്താനം കേട്ടിട്ട് ലസിതാൻറ്റീനെ സംശയിക്കൂല കേട്ടോ. ശരിക്കും ഈ ബൈജു പാലക്കൽ എന്ന് പറഞ്ഞ ഓന്റെ പേര് ബൈജു പാലക്കൽ എന്നല്ല, ബൈജു മുരുകൻ എന്നാ. മൊണ്ണേ. ഇർഷാദ് കൊടുവള്ളി നിന്റെ ഉമ്മാനോട് വരാൻ പറയാൻ വെച്ചു കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് വരാൻ പറഞ്ഞ ഇർഷാദ് കൊടുവള്ളി. തെറി കേൾക്കാൻ വേണ്ടിയല്ലേ രണ്ട് കേൾപ്പിച്ചിരുന്നത്? അല്ലടാ PKR, നിന്റെ അമ്മ വരാണ്ട്. ജിലക്കി ഹായ്. അൽവിൻ ബെന്നി പോടാ പൊട്ട. നീ പോടാ പൊട്ട. ഇപ്പൊ ചിത്രം വരെയുണ്ട്. എന്താ ഇവിടെ പ്രശ്നം? ഒന്നുമില്ല, വെറുതെ വന്ന സനീറ. അരുണെ അതിനെ എടുത്തെറി മാറി. ഇപ്പം എടുത്തെറിയേണ്ടി വരും ഞാൻ. ഷാനു നീ എന്തിനാടാ? ഹായ് ബ്രോ. നിനക്ക് എന്ത് മെല്ലെ അയക്കുക? ഞങ്ങളെ അയച്ചു നല്ല വായിച്ചാൽ പറ്റുമോ? ജിസ്നത്താൻ്റെ ആരാണ് നിങ്ങൾ? ജിസ്നത്താൻ്റെ ബ്രദറാണ്. രമണൻ വന്നിക്കില്ലോ. മരണൻ. മെല്ലെ അയക്കട്ടെ, വായിക്കാൻ പറ്റുന്നില്ല. ജിസ്ന മുനീർ എങ്ങനെയുണ്ട്? സുഖം. അമ്മു മെയിൻ ഗെയിം ഹായ്. എനിക്ക് എൻ്റെ ഭാര്യനോട് ഇഷ്ടമാണ്. ഇപ്പൊ ഇതാക്കണം മൈത്താണ്ടി. അയച്ചോട്ടെ, മുട്ടയും വെച്ചിട്ടാണ് അയക്കട്ടെ. എടാ ഫേക്ക് ഐഡി ഉണ്ടാക്കുമ്പോ പേര് പാലക്കൽ എന്നല്ല കേട്ടോ കൊടുക്കണ്ടേ, മുരുകൻ എന്ന് പറഞ്ഞ ഫോട്ടോ കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി ബൈജു അല്ല, ബൈജു പാലക്കൽ എന്നിടേണ്ട ആവശ്യമില്ല. ഇനി അത് വൈഫ് ഹൗസിലെ പേരല്ലേടാ മൊണ്ണേ. അതുകൊണ്ട് ബൈജു മുരുകൻ ഇട്ടിട്ട് അടുത്ത ഐഡി ഉണ്ടാക്കട്ടാ. ഇർഷാദേ, നിന്റെ അമ്മ എൻ്റെ അടുത്ത് വന്ന് കിടന്നു പോയതല്ലേ ഇർഷാദ് കൊടുവള്ളിയെ? എന്നിട്ടാണെങ്കിൽ മറ്റവനെ പറയുന്നത് സാർണ ബാങ്ക് പെണ്ണിന്റെ കൂടെ ഉണ്ട് 2 ദിവസം കഴിഞ്ഞ് വിടാം. ബൈജു പാലക്കൽ നിന്റെ പെണ്ണിന്റെ കൂടെ ഉണ്ട് 2 ദിവസം കഴിഞ്ഞ് വിടാന്ന്. ഗുഡ് ഗാളൻ, അടിപൊളിടാ. കാലം നേരത്തെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം വരലുണ്ടല്ലോ. പോ മൈത്താണ്ടിക്കളെ. എന്തിനാടാ ബൈജു പാലക്കൽ ഇങ്ങനെ വന്ന് ഓളെ പറ്റി മറ്റേത് കേൾപ്പിക്കുന്നത്? ഇപ്പോൾ ഒരാൾ പറഞ്ഞിട്ടില്ലേ എൻ്റെ ഓൻ്റെ പേര ഉള്ളത് 2 ദിവസം കഴിഞ്ഞിട്ട് വിടാന്ന്. എന്തിനു പറയിപ്പിക്കുക ബൈജു പാലക്കൽ? ഹായ് വന്നോ മുത്തേ, വന്നു. ഹായ് അരുണേട്ടാ, ഹായ്. പിന്നെ തെറി നല്ല കൾച്ചർ. ഓക്കെ, ഇങ്ങനെ പോകും സിനിമ. എനിക്ക് നിങ്ങളെ ഒരുപാട് ഭയങ്കര നിങ്ങൾ രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമാണ്. ഓക്കേടാ, താങ്ക് യു ചേട്ടാ. എന്നെ എയ്ഡ്സ് വിധിച്ച ജസീനെ കൊണ്ടുപോയി കോഴിക്കോട് അങ്ങാടി ആക്കണം മൈരെ. ബൈജു പാലക്കൽ മോനെ മൈരെ, നിന്റെ ഓള് മറ്റോൻ്റെ എപ്പോഴാണ് 2 ദിവസം കഴിഞ്ഞ് വിട്ടാൽ മതി പറഞ്ഞപ്പോൾ അതിനൊന്നും പറയാനല്ലേ? അപ്പോൾ അങ്ങനെ പോകുന്ന ആളല്ലേ? എത്രയോ അങ്ങോട്ട് പോയി. ഷാനു നീ തള്ളയ്ക്ക് 2ാം കെട്ടിനുണ്ടായതാണോ? ഷാനുവിൻ്റെ തന്തയ്ക്ക്. ഷെഫീഖ നിൻ്റെ ഉപ്പാനോട് ചോദിച്ചു നോക്ക്. ജസ്ന മുനീർ ഹായ്. എബ്രഹാം ആൻ്റണി വില്യംസ്, ജസിമോൾ. ഓക്കെ, താടി കൂട്ടാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഉറക്ക വായിക്കും.
എൻ്റെ ഭാര്യയ്ക്ക് ഇതുവരെ എൻ്റെ കൂടെ കിടന്നിട്ട് എയ്ഡ്സ് വന്നിട്ടില്ല. എൻ്റെ കാമുകിയെ കസിൻ എന്ന് പറയുന്ന ഇവൾക്ക് 5 തവണ എയ്ഡ്സ് വന്ന റിപ്പോർട്ട് എൻ്റെ ഭാര്യയുടെ കയ്യിലുണ്ട്. എടാ ഒരാൾക്ക് ഒരു പ്രാവശ്യം എയ്ഡ്സ് വരും. അല്ലാണ്ട് 5 പ്രാവശ്യം ഒന്നും എയ്ഡ്സ് വരൂല. ഇതിലും വലിയ പൊട്ടനാണല്ലോ ബൈജു പാലക്കൽ മൈര. എനക്കൊന്നും തീരെ ഒരു ഉളുപ്പില്ലേ? ഒരാൾക്ക് ഒരിക്കൽ ടെസ്റ്റ് ചെയ്താ ലൈഫ് ലോങ് ആ ടെസ്റ്റ് അങ്ങനെ 5 പ്രാവശ്യം. എൻ്റെ ഭാര്യ മറ്റേ കുണ്ടി സമരം നടത്തുന്ന ആളല്ലേ. എനിക്കൊന്നും പറയാം, അല്ലെങ്കിൽ സംസാരിച്ചോണ്ട് ഞാൻ മറ്റേതാ പറയൂ. ജസ്മോള് സംസാരിക്കൂ ഗൈസ്, സംസാരിക്കൂ. ഞാൻ കൂടുതൽ ഓരോരോ മൊണ്ണകള്. ഇന്നലെ മെസ്സേജ് അയച്ചപ്പോ ഞാൻ വിചാരിച്ചു ലസിത പാലക്കല് ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് അല്ലെ തള്ളച്ചിക്ക് പറയാൻ പറ്റാത്തോണ്ട് 4-5 മൊബൈലും കൊണ്ടിട്ടാണല്ലോ നടക്കല്, അതാണെന്ന്. അപ്പൊ ഇന്ന് ബൈജു പാലക്കൽ എന്ന് കണ്ടപ്പോ എന്തൊക്കെ ആയിക്കോട്ടെ നമ്മുടെ എനിമി ആയിരിക്കുമല്ലോ, ആണോല്ലോ, പക്ഷെ എന്നാൽ പോലും തെറ്റ് ചെയ്യാത്ത ഒരാളെ തെറ്റ് ചെയ്തു എന്ന് നമുക്ക് മുദ്ര കുത്താൻ പറ്റൂല. അപ്പം ഇപ്പോൾ ബൈജു പാലക്കൽ എന്ന് പറഞ്ഞിട്ട് ഒരു മൊണ്ണ വന്നിട്ടുണ്ട്. ബൈജു മുരുകൻ്റെ ഫോട്ടോ വെച്ചെന്ന് വെച്ചാൽ ലസിതൻ്റെ സെക്കൻഡ് ഹസ്ബൻഡിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഒരുത്തം വന്നിട്ടുണ്ട്. വാ തുറന്ന മൊണ്ണത്തരല്ലാതെ വിളിച്ചു പറയുന്നില്ല. ഇനി 5 പ്രാവശ്യം HIV വന്നിട്ടുണ്ടോ അല്ലേ? മൊണ്ണേ, ഒരിക്കലും ഒരാൾക്ക് HIV വരുള്ളൂ. അത് ലൈഫ് ലോങ് HIV എന്ന് പറയുന്ന HIV തന്നെയാണ്. എന്തൊരു കഷ്ട. താങ്ക് യു ബസർഖാൻ. ഞാൻ വായിക്കാൻ നിൽക്കുന്നില്ല, കാരണം വിവരക്കേട് ആരുടെയും കുറ്റമല്ലല്ലോ. മൂക്കുത്തി സൂപ്പർ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. എല്ലാവരും ഫുഡ് കഴിച്ചു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖവും സേഫുമായിട്ട് നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ തമ്മിൽ കസിൻസാണ്. ഏതായാലും ലസിത പാലക്കൽ പറഞ്ഞതിൻ്റെ അതിൽ കണ്ടന്റിന് കാര്യം നോക്കി നടക്കും ആദ്യത്തെ ഓരോ. അതപ്പോ ഇന്നോ അല്ല ജൂലൈ 7 ആണത്. എടാ ഞാനൊന്ന് കാണട്ടെ. ഓ, ആൻറ്റി തന്നെ പോസ്റ്റ് ചെയ്തതാ അല്ലേ? ലസിത ആൻറ്റീനെ പോലീസ് വെക്കുന്നത്. രാഷ്ട്രീയം കളിച്ചാൽ കേസ് വരുമല്ലോ. ശരിയല്ലേ? സ്വന്തമായിട്ട് പിടിക്കപ്പെടുത്തിട്ട് വീഡിയോ എടുക്കുന്നത്. ഈ തള്ളച്ചി വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് മാത്രാണ് അതും റെയിൻകോട്ട് വരെ കളിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞു, അതിന് വേണ്ട ചങ്കൂറ്റം വേണ്ടേ? ആരാ ഫോട്ടോ എടുക്കുന്നത് അറിയോ? അപ്പം അങ്ങനെയാണ് ഗൈസ്. ഞാൻ മെല്ലെ വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പോൾ കസിൻസ് എങ്ങനെ മുസ്ലിം ആവും ഹിന്ദു ആവും എന്ന് ചോദിച്ചാൽ അവൻ്റെ വാപ്പ ബഷീറും അമ്മ ഉഷയാ, അതുകൊണ്ടാണ് എൻ്റെ കസിനായത്. അപ്പം അങ്ങനെയാണ്. പിന്നെ ഇതിനാ ഞാൻ മെല്ലെ വൈൻഡപ്പ് ചെയ്യട്ടെ കേട്ടോ. അരുണേട്ടനോട് ഹൈ പറയാം കേട്ടോ. അപ്പം അങ്ങനെയാണ്. മെല്ലെ ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ. മെസ്സേജ് അയച്ച എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട്, തെറി വിളിച്ച എല്ലാവരോടും. എടാ ബൈജു പാലക്കലെ ഞാൻ അങ്ങോട്ട് പോയി കിട്ടോ.
അമ്മായിൻ്റെ അടുത്തൊന്ന് ചോദിച്ചായിട്ട് പറയണേ. ഇല്ല അപ്പോൾ ഒന്ന് ചോദിച്ചായിട്ട് പറയണേ. അമ്മായി ഇന്ന് വീഡിയോ ഒന്നും ഉണ്ടാവും. അമ്മായി ഇപ്പോൾ പോസ്റ്റ് ചെയ്തതല്ലേ, അപ്പോൾ ഇങ്ങനെ ജയിലിൽ കയറാനാ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞുകൊണ്ട് ഫ്രം ജസ്റ്റ്